ചോറ്റുപാത്രത്തിൽ ഇതുപോലൊരു ഊണ് കാണുമ്പോൾ തന്നെ നമ്മൾ പണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിൽ കൊണ്ടുപോയതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവില്ലേ. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. കളറ് മാറി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. ഇനി നമ്മുടെ നൊസ്റ്റാൾജിക് തക്കാളി കറി ഉണ്ടാക്കുന്നത് നോക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക, കറിവേപ്പില, പച്ചമുളക്, 3 വലിയ തക്കാളി സ്ലൈസ് ചെയ്തത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളി, മുളക് പൊടി, ഉപ്പ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലോട്ട് തേങ്ങ ചെരുവിയതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ചമ്മന്തി. പിന്നെ ഒരു ഓംലെറ്റും കൂടി തയ്യാറാക്കിയെടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് ചോറ്റുപാത്രത്തിൽ വെച്ചിട്ട് അത് തുറക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു മണമായിരിക്കും, കൊതിപ്പിക്കുന്ന മണം അല്ലേ. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.